നോക്കി നോക്കി വണ്ടി കോമഡിയുടെ കൂടുതൽ അടുത്ത പോയി. പോലീസും ഇല്ല അല്ലേ, ആരും ഇല്ല, എല്ലാരും നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു. ബോയ്സ്, ഞാനിപ്പോ നിൽക്കുന്നത് കോവളം ജംഗ്ഷനിലാണ്. അതായത് വൺ ഓഫ് ദി ടോപ്പ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, അവിടുത്തെ മെയിൻ ജംഗ്ഷനാണ് ഈ കോവളം ജംഗ്ഷൻ. ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായിട്ടുള്ള വിഴിഞ്ഞത്തോട്ട് പോകുന്നതും അതേപോലെ തന്നെ കോവളത്തോട്ട് പോകുന്നതും. അവിടുത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ ലൈറ്റ് കത്തുന്നില്ല, മനസ്സിലായ? കഴിഞ്ഞ ഒരു മാസമായി കത്തുന്നില്ല. ഈ ഇടയ്ക്ക് ആക്സിഡൻ്റ് ഒക്കെ നടന്ന് ആർക്കും ഒരു മൈൻഡില്ല. കോവളം പോലീസ് സ്റ്റേഷനിൽ ആർക്കും മൈൻഡില്ല. വിളിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞ അടുത്ത് 112 വിളിച്ച് പറഞ്ഞ് ഒരു മൈൻഡില്ല. ടോള് അപ്പുറത്തെ സൈഡ് ടോളാണ്, 1 കിലോമീറ്റർ അപ്പുറത്ത് 150-160 രൂപ വെച്ചാണ് കാറിനും എല്ലാത്തിനും വാങ്ങിക്കുന്നത്. അവന്മാർക്കൊരു ബോധമില്ല, നാഷണൽ ഹൈവേക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അവന്മാർക്ക് പൈസ മാത്രം കിട്ടിയാൽ മതി. ഈ നാഷണൽ ഹൈവേയുടെ അവൻ്റെ ടോൾ ബൂത്തിലെ ഒരു കമ്പ്യൂട്ടർ ചീത്തയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 10 മിനിറ്റ് അവന്മാർ ശരിയാക്കത്തില്ലേ? കാരണം പൈസ തരുന്ന പരിപാടിയാണ് ഇത്. മനുഷ്യൻ ചാവണ പരിപാടിയല്ലേ, കുഴപ്പമില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വിളിച്ച് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറഞ്ഞ് മടുത്ത്. നമുക്കറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഹൈവേയിലൊക്കെ 100-150 രൂപ ആൾക്കാർ വരുന്നത്. ചാവണയൊക്കെ നമ്മുടെ വീട്ടുകാരും നമുക്ക് പരിചയമുള്ള ആൾക്കാരും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. ഞാൻ ചോദിക്കട്ടാ, ഒരു ട്രാഫിക് ലൈറ്റ് ശരിയാക്കാൻ അവൻ എന്തോന്ന് പഠിക്കണം? അവൻ മറ്റേ അമേരിക്കയിൽ നിന്നൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഇപ്പം ഒരു BMW സ്പെയർ പാർട്സ് ഓർഡർ ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഫ്ലൈറ്റിലെങ്കിലും വരാണെങ്കിൽ 2 ദിവസത്തിനകത്തെങ്കിലും എത്തും. ഇത് ഒരു മാസമായിട്ട് പോലും അവന്മാർക്ക് ശരിയാക്കാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഇവിടെ ഈ നാട്ടിൽ എഞ്ചിനീയർമാർ, ഇലക്ട്രിക് ടെക്നീഷ്യന്മാരും ഇല്ലേ? ഇതാണ് കോവളം ജംഗ്ഷൻ്റെ അവസ്ഥ. ഒന്ന് ആലോചിക്കണം. വളരെ വിഷമം പിടിച്ച ഒരു അവസ്ഥ. ആൾക്കാർക്ക് അറിഞ്ഞു 8-9 റോഡ് ചേർന്ന ഒരു സ്ഥലമാണ്. ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അനാസ്ഥ മൂലം നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഗതികേട് കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ആരെ വിളിച്ച് പറയാനാണ്? കുറേ വാർഡ് കൗൺസിലർമാരും ഉണ്ട്, പഞ്ചായത്തുണ്ട്. ഇവിടെ വിൻസെന്റ്, ആ പുള്ളിക്കാരനാണ് ഈ ഇടയ്ക്ക് ജയിച്ചത്. അവരൊക്കെ എന്ന് ഇതുവഴിയാണ് പോണത്. MVDയുടെ ഉദ്യോഗസ്ഥർ പോണ സ്ഥലമാണ്. ഇത് കണ്ട ഈ ഹൈവേയിലൊക്കെ വന്ന് കയറുമ്പോഴത്തേക്കായിരിക്കും ഒരു പെട്ടിയോട്ടയും കൊണ്ട് അല്ലെങ്കിൽ ആക്റ്റീവയും കൊണ്ട് ജയിച്ചു വന്ന് ഫ്രണ്ട് നിൽക്കുന്നത്. എന്തെങ്കിലും പറ്റി ആര് സമാധാനം പറയും? നമ്മൾ ഇതൊരു സ്ഥിരം പോണോണ്ട് നമുക്കിതറിയാം. അവസ്ഥ നോക്ക്. ഇത് രാവിലത്തെ വീഡിയോ, നേരത്തെ കണ്ട് രാത്രിയിലത്തെ വീഡിയോ. ആ കോവളം പോലീസ് സ്റ്റേഷനിലുള്ളവർക്കൊന്നും ഒരു മൈൻഡ് പോലും ഇല്ല. ഇവിടെ എത്ര പേരാണ് ആക്സിഡൻറ്റ് പറ്റി മരിക്കുന്നത്. കണ്ടപ്പം നേരത്തെ വീഡിയോ എടുത്തന്നേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ മോശം, വളരെ മോശം. ഇതിലേക്ക് പോകുമ്പോൾ സൂക്ഷിച്ചു പോ. കാരണം എന്തെങ്കിലും പറ്റിയാലേ നമുക്ക് നമ്മളെ ഉള്ളടേ. കാരണം ഇവിടെ സിഗ്നൽ അണഞ്ഞിട്ട് കുറെ കാലമായ ആരും മൈൻഡ് ചെയ്യില്ല. 10-15 ദിവസത്തിൽ കൂടുതലാവും.